സ്നേഹശാല അഭയകേന്ദ്രം തഴവ കടത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അഭയം ആവശ്യമുള്ളവർക്ക് സുരക്ഷിതമായ ഒരിടം എന്ന നിലയിലാണ് സ്നേഹശാലയുടെ പ്രവർത്തനം. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തഴവ കടത്തൂരിലാണ് സ്നേഹശാല അഭയകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. നിരാലംബർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സുരക്ഷിതമായ ഒരിടം ഒരുക്കുക എന്നതാണ് സ്നേഹശാലയുടെ ലക്ഷ്യം. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിരപരാധികളായിട്ടുള്ള ആളുകൾ പലരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ലോകത്താകമാനം ശാന്തിയും സമാധാനവും വരട്ടെ എന്ന് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. തീർച്ചയായിട്ടും ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ സുരേഷ് കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൂടുതലാണ്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കളെന്നെങ്കിലും പറയും. അപ്പോൾ അവൻ ഒരാളിലേക്ക് തന്നെ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കുവാനോ, ഒരു ചിരി ചിരിക്കുവാനോ, തോളിൽ തട്ടുവാനോ, സന്തോഷത്തോടു കൂടി ഒരു വർത്തമാനം പറയുവാനോ പോലും സമയമില്ലാതെ നമ്മളെല്ലാം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി കൂടിയ സ്വാർത്ഥത നിറഞ്ഞ ഈ കാലത്ത് ആർക്കും സമയമില്ലാതെ ഓടിപ്പോയുന്ന കാലത്ത് ആണ് ഈ ഉത്രാട സുരേഷിനെ പോലെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരിഫ്, നമ്മുടെ മാതൃജ്യോതി, അങ്ങനെയുള്ള അവിടെ നിൽക്കുന്ന നൗഫൽ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഈ മേഖലയിൽ നിൽക്കുന്നു. സ്നേഹശാല അഭയകേന്ദ്രം ചെയർമാൻ ഉത്രാടം സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആ മറവി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ് സ്നേഹശാല. മറക്കാതിരിക്കുക. അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്നു നാം പഠിക്കണം. അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്നു നാം പഠിക്കണം. അച്ഛൻ കാട്ടുമി കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം ഉള്ളിൽ പഠിക്കണം. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. സുജ വിശിഷ്ടാതിഥിയായിരുന്നു. പാപ്പാൻകുളങ്ങര ജുമാ മസ്ജിദ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി മുഖ്യാതിഥിയായിരുന്നു. സ്നേഹശാല അഭയകേന്ദ്രം സെക്രട്ടറി പ്രസന്നൻ പുതിയകാവ് സ്വാഗതം പറഞ്ഞു. അഭയകേന്ദ്രം രക്ഷാധികാരി ഉത്തരക്കുട്ടൻ, വാർഡംഗങ്ങളായ ഉഷ, ഷാമില ബദറുദ്ദീൻ, ശ്യാമ വിജു, ട്രസ്റ്റി ലത, അശോക് കുമാർ ഇല്ലിക്കുളം, ജയശ്രീ P എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.